ഇപ്പോൾ ചോല എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 12 കിലോമീറ്റർ വരുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ട്രക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമുക്ക് ലൈക്ക് പൊന്മുടി റീജിയനിൽ വരുന്ന ഒരു ട്രക്കാണ് ചോള. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ പോയിട്ട് ലൈക്ക് വൺ സൈഡ് പോയിട്ട് ലൈക്ക് തിരിച്ച് വരുന്ന രീതിയിലാണ് ഇപ്പം ട്രക്ക് വരുന്നത്. അതായത് പോകുന്ന വഴി കൂടി നമ്മൾ വരുന്നത് രണ്ട് റൂട്ടാണ്. സോ നമ്മൾ പൊന്മുടി റീജിയനിൽ അവിടെ പോയിട്ട് തിരിച്ച് ഇറങ്ങുന്ന രീതിയിലാണ് നമുക്ക് ട്രക്ക് വരുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ ഫുഡ് കിട്ടാൻ? താഴെ പ്രശ്നക്കാരുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ട്രക്കാണ്. പിന്നെ ലീച്ചസ് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങളതൊന്ന് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ലീച്ചസിൻ്റെ കാര്യം ബാക്കിയൊക്കെ നോക്കുക. ബാക്കി എല്ലാവരും ഫുഡ് പാക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ട്രക്കിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആരും ഇങ്ങനെ വാരി വലിച്ച് വെള്ളം കുടിക്കരുത്. പോകുന്ന വഴിക്ക് സിപ്പ് ചെയ്ത് മാത്രം കുടിക്കുക. പിന്നെ നമ്മുടെ ഈ ഫോറസ്റ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പ്യൂർ ഓക്സിജൻ കിട്ടും. അപ്പോൾ നിങ്ങൾ വായിൽ കൂടി ശ്വാസം എടുക്കുന്നതിന് പകരം ജസ്റ്റ് മൂക്കിൽ കൂടി തന്നെ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ലങ് കപ്പാസിറ്റി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആവും. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. അതായത് ലൈക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒന്ന് പതിയെ ഒന്ന് ലോങ് ഇൻഹേലും ഒരു ലെസ് ആയിട്ട് ഒരു എക്സ്ഹേലും കൂടി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു ഇത് വരുന്നത്. ബാക്കി നമ്മുടെ ഗൈഡ് ചേട്ടൻ രാജേഷ് ചേട്ടനാണ് നമ്മുടെ കൂടെ വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രാവിലെ കണ്ട് പരിചയപ്പെട്ടില്ല. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഇവിടെ പൊന്മുടി ഫോറസ്റ്റ് ഗൈഡാണ്. പിന്നെ വേറെ പറയാനുള്ളത്, നമ്മുടെ ഈ പോകുന്ന വഴി, ഇപ്പോഴും നിൽക്കുന്ന ഈ വഴി പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് കുതിരത്തടം ഉണ്ടാക്കിയതാണ്. അതായത് ബ്രേമൂർ എസ്റ്റേറ്റും പൊന്മുടി എസ്റ്റേറ്റും യോജിപ്പിക്കാൻ വേണ്ടി കുതിരയെ കൂടെ വരാൻ വേണ്ടിയുള്ള തടം ഭാഗത്താണ് ഈ നിൽക്കുന്ന വഴി. ഇത് കുറച്ച് ദൂരം പുൽമേട, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേമൂർ എസ്റ്റേറ്റ്, അതിപ്പോൾ ലോക്കൗട്ടായി കിടപ്പുണ്ട്, അടഞ്ഞ് ആ എസ്റ്റേറ്റ് അവിടെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആ എസ്റ്റേറ്റ് അവിടെ ചെന്ന് തിരിഞ്ഞ് പോകുന്നതാണ് ഫോറസ്റ്റിലേക്ക് കയറുന്നത്, ഷോലയിലേക്ക്. അത് നേരെ കുറച്ച് പോകുമ്പോൾ ബേസ് ക്യാമ്പുണ്ട്, അവിടെയാണ് നമ്മൾ ആഹാരമൊക്കെ കഴിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇതേപോലെ വീണ്ടും 5 കിലോമീറ്റർ നടന്നാണ് നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ അതുവരെ പോകുന്ന വഴിക്ക് ഒരുപാട് ലീച്ചസ് ഉണ്ട്. മഴ കാരണം ഇപ്പോൾ മഴ മാറിയിട്ടില്ല, മഴയുടെ ഇതിലുകൊണ്ട് ലീച്ച് കൂടുതലാണ്. പിന്നെ ഇഴജന്തുക്കൾ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെന്ന് ഇരിക്കുമ്പോൾ മരത്തിൽ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വളരെ കെയറായിട്ട് ചെയ്യുക. ചിലന്തികളുണ്ട്. പിന്നെ വലിയ വന്യമൃഗങ്ങളായ ആന, കരടി, കാട്ടുപോത്ത്, ലെപ്പേഡ് എല്ലാം ഉള്ള ഏരിയയാണ്, എല്ലാ സാധ്യതയുള്ള ഏരിയയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോകുക. പിന്നെ സൗണ്ട് ഒച്ച സൈലൻ്റ് ആയിട്ട് തന്നെ പോവുക. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സംസാരിക്കുക. ആർക്കെങ്കിലും നമ്മൾ വന്നവരെല്ലാം ഒരേപോലെ ഒരു മനസ്സോടെ പോവുക എന്ത് ചെയ്താലും. അതായത് നമുക്കൊരാൾക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്യേണ്ട വന്നെങ്കിൽ 5 മിനിറ്റ് നിൽക്കുക, നിന്ന് അങ്ങനെ ഒരു ടീമായിട്ട് തന്നെ. വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി പറയുക. ഒരുപാട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചിലപ്പം കാലിൽ പെയിൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ കയ്യിലുണ്ട്, തരാം. അത്യാവശ്യം വഴുക്കലുണ്ട് പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിൽ ഭാഗങ്ങൾ, അത് വളരെ ശ്രദ്ധിച്ച് പോവുക. പിന്നെ
ശരിക്കും ഉണ്ട്. അപ്പം ശ്രദ്ധിച്ച് ഞാൻ മുമ്പേ പോകും, എന്നാലും ശ്രദ്ധിച്ച് വളരെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് വരാൻ പറ്റൂല. പിന്നെ ഒരുപാട് ബാഗ്സും ഒരുപാട് ബട്ടർഫ്ലൈസും ഉള്ളതാണ്. അത് ചിലപ്പം എൻ്റെ കണ്ണിൽ കാണാത്ത നിങ്ങളെ കണ്ണിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ കുറച്ച് മിസ്റ്റ് മോടിയതുകൊണ്ടാണ്. ചിലപ്പോൾ കാറ്റടിച്ച് മിസ്റ്റ് മാറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ. നമുക്ക് അപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ ഇന്ന് ചെന്ന് എൻജോയ് ചെയ്ത് വരാം. ഞാൻ മുമ്പോട്ട് തുടങ്ങാം. ഓക്കെ. ഇതാണോ ഏട്ടാ തേയില എന്ന് പറഞ്ഞത്? ഈ മര? അത് ശരി. ഇത് ചെയ്തിട്ടാണ് ബുഷ് പോലെ ആക്കിയിട്ടല്ലേ? ജണ്ട എന്ന് പറഞ്ഞാൽ ഓ, ഇത് ഫോറസ്റ്റിന്റെ അതിർത്തിയാണ്. ഇതെന്താ ഏട്ടാ പേര്? ജണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങി എസ്റ്റേറ്റിലേക്ക് ഇറങ്ങി. ഓക്കെ. 100, 150, 50 മീറ്റർ സൗകര്യം അനുസരിച്ച് ജണ്ട കാണും. മാക്സിമം 200 മീറ്റർ അതിൻ്റെ മേലെ പോകില്ല ദൂരം. അതിൻ്റെ വലതുവശത്താണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഏരിയ അല്ലേ? അതിൻ്റെ വലതുവശം ഫോറസ്റ്റും ഇടതുവശം എസ്റ്റേറ്റ്. ഇത് തേലയാ, ഈ സാധനം തേല. ഓ, കൊടംപുളി. നമ്മളെ കൊടംപുളി യൂസ് ചെയ്യുന്നത് അത് ഇവിടെ ഉണ്ടല്ലോ ഫ്രഷ്.
അതെ മുള്ളിൻ്റെ ഒരു വള്ളിയുണ്ട്, ചെറിയ മുള്ളാണ്. ചേട്ടാ ഇത് മുട്ടിപ്പഴം. വള്ളി ചൂടൻ ഇതില് തൊട്ട അതുപോലെ ഇതുണ്ടാക്കണം. ചേര കൊണ്ടല്ലോ, ചേര് അതൊക്കെ ഇതിലാവും. ഈ സാധനം ഉണ്ടാകും. പിന്നീട് ഇതിന്റെ ഏരിയ കഴിഞ്ഞ് ഇനിയാണ് ചോല. ഇവിടെ മുതൽ സ്റ്റാർട്ടിങ് ഫുള്ളൊരു ഫോറസ്റ്റാണ്. ഓർഡർ കഴിഞ്ഞ് അല്ലെ ഇതിന്റെ ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും നമ്മൾ നേരെ ആദ്യം ബേസ് ക്യാമ്പിൽ പോകുന്നത്. ബേസ് ക്യാമ്പത്ത് ആരെ കയ്യിൽ പിന്നെ ഫുള്ളും ചേരാൻ നമ്മൾ വണ്ടി ഇരിക്കുന്നവരെ നിങ്ങളെ കടിച്ചത് 30-40% ഇനി കടിക്കാൻ പോണോ 60-70% പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇത്രയും കടിച്ചില്ല. അന്ന് ചോട്ടി കയറണം അതെയോ? ഒരു